ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വർക്കെന്ന് വെച്ചാൽ ഇന്നൊരു ചെറിയൊരു വർക്കാണ്. നമുക്കൊരു മോട്ടറിൻ്റെ ലൈൻ ഫ്രണ്ടിൽ കൊണ്ടുപോകണം. ഇതിപ്പോൾ ഇവർ നമ്മളടുത്ത് പറയാതെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് ഇനി നമുക്കിത് ഇരട്ടി പണിയാണ്. നമ്മൾ ആദ്യം പണിയതപ്പോൾ ഇവർ ഈ ബോർവില്ല് എവിടെയാണ് വരുന്നതെന്ന് നമ്മൾ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് നന്നായിട്ടൊരു അഭിപ്രായം ഇല്ലായിരുന്നു. അങ്ങനെ ഈ ബോർവില്ല് അങ്ങനെ ഫ്രണ്ടിലാണ് വന്നത്. അപ്പോൾ ഇൻ്റർലോക്ക് ഇട്ട് ഇനി നമുക്ക് മെനയാണ്. കാരണം ഈ ഇൻ്റർലോക്ക് ഇളക്കിയിട്ട് 3 വയർ അവിടെ ഫ്രണ്ടിൽ കൊണ്ടുപോകണം. ബാക്കിൽ കിച്ചൻ്റെ ഭാഗത്താണ് ഈ പാനൽ ബോർഡ് വയ്ക്കുന്നത്. മോട്ടറിൻ്റെ സ്വിച്ച് അകത്താണ് വരുന്നത്. അങ്ങനെ നമ്മളിവിടെ ഇൻ്റർലോക്കെല്ലാം ഇളക്കി. ഇവിടെ നമ്മൾ ആദ്യമേ ഒരു പൈപ്പ് അടിച്ച് താഴോട്ട് വെച്ചിരുന്നു. ഭാഗ്യത്തിന് ഇത് അന്ന് സ്റ്റെപ്പില്ലായിരുന്നു. ഇപ്പോൾ സ്റ്റെപ്പ് ജസ്റ്റ് മിസ്. സ്റ്റെപ്പും കൂടെ അതിൽ വന്നിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ നിന്ന് പിന്നെ അടിച്ച് കുഴിച്ചിട്ട് എടുക്കേണ്ടി വരുമായിരുന്നു സ്റ്റെപ്പിൻ്റെ മുകളിൽ. അതൊരു വൃത്തികേടും കൂടെയാണ്. ഭാഗ്യത്തിന് നമുക്കത് കിട്ടി. നമ്മളിനി ഇൻ്റർലോക്കെല്ലാം ഇളക്കിയിട്ട് 3 കേബിൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ ഇൻ്റർലോക്ക് ഇടണം. അതിനി പുറത്തുനിന്ന് വേറെ ആളെ വിളിക്കുന്നില്ല, നമ്മൾ തന്നെ ഇടും. അത്യാവശ്യം നമ്മൾ ഇടും. അങ്ങനെ ബോർവില്ല് ഇതാ ഫ്രണ്ടിൽ ആ കുറ്റി കാണുന്നതാണ് ബോർവില്ല്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മളൊരു 3 കോർ വയർ കൊണ്ടിടും. മോട്ടറിന് ഇടുന്നത് 1.5 ആണ്. നമ്മൾ മോട്ടറിന് 3 വയർ വരുന്ന UG കേബിൾ. അപ്പോൾ അവിടെ കൊണ്ടിട്ടിട്ട് കിച്ചൻ്റെ ഭാഗത്താണ് പാനൽ ബോർഡ് വെളിയിലാണ് വരുന്നത്, അകത്ത് സ്വിച്ച് കൺട്രോളും. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതാണ്. നമുക്കിതൊരു ചെയ്ത് തീർക്കുക. ഒരു രാവിലെ വന്നതാണ്. രാവിലെ നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോൾ സൈറ്റിലെത്തി. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഇവിടുത്തെ വർക്ക് തീർന്ന്. അങ്ങനെ നമ്മൾ തന്നെ ഈ ഇൻ്റർലോക്കെല്ലാം എടുത്തിട്ട് എല്ലാം സെറ്റാക്കി അടിപൊളിയായിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ ചാന്തും വെച്ച് ഫിനിഷ് ചെയ്ത് എൻ്റെ സൈഡൊക്കെ കുറേയൊക്കെ പൊട്ടിക്കേണ്ടിയൊക്കെ വന്ന്. അപ്പോൾ അതെല്ലാം അടച്ച് എല്ലാം സെറ്റാക്കി ഇവിടുത്തെ പരിപാടി അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. നമ്മൾ കറക്റ്റാக നല്ല ഫിനിഷിങ്ങിന് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻ്റർലോക്ക് ഇളക്കിയെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്.